ഹലോ, ഞാൻ ഈ ചാടി ഇറങ്ങി ഓടിപ്പോകുന്നത് ഇങ്ങ് കേരളത്തിലല്ല കേട്ടോ, അങ്ങ് തമിഴ്നാട്ടിലാണ്. ഒരു കുട്ടി പഴനി സ്റ്റോറി ആയാലോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പഴനിയിൽ പോയി. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ പാപ്പൻ്റെയും ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഞങ്ങളൊരു 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അതേ സമയത്ത് തന്നെ വീട്ടിലെത്തുകയും ചെയ്തു. ഒരു 24 ഹവേഴ്സിൻ്റെ പ്രോഗ്രാമായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയി നമ്മൾ പഴനിയിൽ എത്തിയപ്പോൾ. ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം 5 മണിയായി. അപ്പോൾ ഈ ഓടി പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അവിടെ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര മനസ്സമാധാനം കിട്ടുന്നൊരു കാര്യമാണത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. നല്ല തിരക്കായിരുന്നു. പിള്ളേരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തൊടാൻ പറ്റുമോ, ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പാവം എല്ലാവരും നല്ല കുട്ടികളായിട്ട് ക്യൂവിൽ നിന്നു. പിന്നെ നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കയറി തൊഴാനൊക്കെ പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എൻ്റെയും ചേച്ചിയുടെയും 2 ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പഴനിയിൽ. ഞാനൊരു 2 വർഷം മുമ്പ് പോയപ്പോൾ ഉള്ള പഴനിയല്ല ഇപ്പോൾ. കുറേ കാര്യങ്ങളിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമ്മൾ ആ മുകളിൽ പോയിട്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞങ്ങൾ കുറേ വിൻമില്ലിൻ്റെ ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പതുക്കെ അങ്ങനെ നാട്ടിലേക്ക് പോരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.